മോഡേൺ ഡേയിൽ കാണാൻ പറ്റും കുറേയധികം ആൾക്കാർ ഇപ്പം തെറാപ്പിയിലേക്ക് വരുന്നുണ്ട്. ഒരു 5-10 വർഷം മുമ്പ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും പലപ്പോഴും നമ്മൾ അധികം കൺസിഡർ ചെയ്യാത്തൊരു സിറ്റുവേഷനായിരുന്നു. തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത് ലക്ഷറിയാണ്, ഇപ്പം പൈസ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് തെറാപ്പിസ്റ്റുകൾ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന കാലത്തിൽ നിന്ന് എസ്പെഷ്യലി ഇപ്പോൾ യങ്ങർ ജനറേഷനൊക്കെ വരുമ്പോൾ കുറേ അധികം ആൾക്കാർ ഇപ്പം തെറാപ്പി സീക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് വിച്ച് ഈസ് വെരി ഗുഡ് ഓൾസോ. തെറാപ്പി നമുക്ക് ആവശ്യമുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് ചോദിച്ചാൽ, ഒന്നെങ്കിൽ എനിക്കൊരു മെൻ്റൽ ഇഷ്യൂ, ഇപ്പോൾ ഭ്രാന്തുണ്ട്, അത് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഇത് രണ്ടുമാണ് ആൾക്കാർ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ തെറാപ്പി എന്ന് പറയുന്നത് അത് മാത്രമല്ല. കാര്യം തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് ഇൻഫാക്ട് നമ്മുടെ ലൈഫിലൊരു ഗൈഡിങ് ലൈറ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തെറാപ്പി സർക്കിൾസിൽ പറയും, നമുക്ക് അടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ലൈറ്റ് തെളിയിച്ച് കൊടുക്കുക എന്ന് പറയും. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും, നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. ഇപ്പം റിലേഷൻഷിപ്പ് ആയാലും, നമുക്ക് സ്വയം നമ്മളെ മാനേജ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണെങ്കിലും, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലും, നമ്മുടെ ലൈഫിൽ നമുക്ക് അധികമായിട്ട് ട്രോമ വന്നൊരവസ്ഥയാണെങ്കിലും, ഒരു രീതിയിലും എന്നെക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനെ നമ്മളൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ലെവലിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു പ്രൊഫഷണൽ അടുത്തേക്ക് പോവുകയും അവരുടെ സപ്പോർട്ട് സീക്ക് ചെയ്ത് നമ്മളത് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. കാര്യം പലപ്പോഴും നമ്മുടെ ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ഒരു തെറാപ്പിസ്റ്റ് ആയിരിക്കും, പുള്ളി അതിൽ ട്രെയിൻഡ് ആയിരിക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈക്കോളജിസ്റ്റുമാർ പോലും അവർക്ക് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അവരവരുടെ സൂപ്പർവൈസേഴ്സിൽ നിന്ന് ട്രെയിനിങ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ തെറാപ്പി എടുക്കാറുണ്ട്. അപ്പം കാര്യം സൈക്കോളജിസ്റ്റുകൾ പോലും അവർ മനുഷ്യരാണെന്നുള്ളതാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് അതിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ കോവിഡ് ആയിരുന്നു ഇപ്പോൾ ഏറ്റവും വന്ന പാൻഡമിക്, അടുത്തൊരു പാൻഡമിക് എന്ന് പറഞ്ഞൊരു മെൻ്റൽ ഹെൽത്ത് പാൻഡമിക് എന്നാണ് പറയുന്നത്. കാര്യം ആൾക്കാരെല്ലാം ഇതുപോലെ പല മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്റ്റ് അപ്പം ഇവിടെ പഴയതിനേക്കാട്ടിലും കൂടുതൽ തെറാപ്പിസ്റ്റുകളുടെ ആവശ്യം നമുക്കിന്ന് വന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് തെറാപ്പി സീക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഒരു രീതിയിൽ അതിൻ്റെ സ്റ്റിഗ്മയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരവസ്ഥയാണത്. So it's always good to seek therapy.